എന്താ കാലിന്? എവിടെ? ഇവിടെ വീണതിന് പ്രത്യേകിച്ച് കുണ്ടും കുഴിയും കാരണങ്ങളൊന്നും വേണ്ട. ഇതുപോലത്തെ സ്ഥലല്ലേ, ഇതുപോലത്തെ സ്ഥലത്ത് വീഴുക. ഫുട്പാത്ത് അറിയോ? റോഡിന്റെ റോഡ് സൈഡിലത്തെ ഫുട്പാത്ത് ഇല്ലേ, അവിടെ വീണത്. അതിന്റെ പിന്നിലൊരു വീടില്ലേ, വലിയ ഹൈറ്റില് കെട്ടിയത്. ഓ, അവരല്ലേ മുരിങ്ങയില കൊണ്ട തരാറ്. നമ്മളെ അങ്ങോട്ടൊന്നും കൊടുക്കാത്ത ഇങ്ങോട്ടെല്ലാം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഇന്ന് സാമ്പാറിലേക്കുള്ളതാ. അത് ഉപ്പേരിക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇതേ സ്കൂളിൽ പോകണേന്റെ അംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇനി ഒരു കെട്ടിപ്പിടുത്ത ഒരു ഉമ്മയൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് അസംബ്ലി തുടങ്ങി കഴിഞ്ഞു. അസംബ്ലി തന്നെ കഴിഞ്ഞു, കുട്ടികളുടെ ഉള്ളിൽ കയറി. നിനേഷാ ചെല്ലണത്. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്ക് 9:10 സമയം. 9:50 ഞങ്ങളിവിടെ എത്തണം. എന്തിനാ വിളിച്ചേ? ഞാൻ അവിടെ വണ്ടി തുടക്കിയായിരുന്നു. വണ്ടി തുടക്കുമ്പോൾ ഇങ്ങനെ കട്ടി. അപ്പൊ ഞാനും എന്താ ചേട്ടൻ നോക്കുക, പിന്നെയും കൊട്ടുന്നുണ്ട്. ഇങ്ങനെ കൊട്ടി. എനിക്ക് പേരൊന്നും അറിയില്ല. ആ വലിയ വീടുണ്ടല്ലോ, നമ്മളിവിടുന്ന് റോട്ടിക്ക് ഇറങ്ങണേന്റെ അവിടെ. അപ്പോൾ എന്നെങ്ങനെ വിളിച്ചപ്പോൾ എന്നോടിങ്ങനെ നിൽക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് മനസ്സിലായി എന്താണ് തരാനാണോ. എന്നിട്ട് അങ്ങോട്ട് വന്നു. അതായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ദേവിയുടെ അവിടെ എത്തി. ഓള് കടയില്ലേ, ഓള് വാല് കൂട്ടി വീക്കട്ടു. അന്ന് നോക്കിയിട്ട് തന്നെ ആവും തരാന്ന്. അപ്പൊ ഞാനെന്താണ് ഇറങ്ങി. അപ്പൊ നോക്കുമ്പോ ഓള് തരാണ് ഇവിടെ വെച്ചെന്ന് ഓള് പോയി. എവിടെ കൂട്ടാനാ? എന്താണ് എനിക്കെന്നാ നോക്കിയിട്ടില്ല. നോക്കട്ടെ. ഓ, ഇത് കാരക്കുളമ്പ്. അതായത് നമ്മുടെ നാട്ടിലെ മുളകുപൂശ എന്നൊക്കെ പറയില്ലേ, നല്ല കട്ടിയായിട്ടുണ്ടാവും. നല്ല രസമാണ് കഴിക്കാൻ. എനിക്കറിയാം കാരക്കുളമ്പേക്ക് ടേസ്റ്റ് എനിക്കറിയാം. ഇത് മണം, നല്ല മണം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടേ, സാരി കൊടുത്തിട്ട്. അത് ഞാൻ ചോദിച്ചത് അത് ആരാന്ന് ചോദിച്ചേ. അപ്പൊ മാമിയാരാണ്. അമ്മായിമ്മ. അമ്മായിമ്മ കഴിക്കാം. ഇയാളെ സൗണ്ട് കേട്ടപ്പോഴേ ക്യാമറ ഓൺ ആക്കി. ആയോ കഴിക്കാൻ? എടുക്കലേ, മേക്കപ്പ് ഇല്ല, ഒന്നുമില്ല. എന്തിനാ മേക്കപ്പ് ചെയ്യാത്തൊക്കെ? സുന്ദരി കുട്ടിയല്ലേ, സുന്ദരിയാ, തക്കുട് വാവല്ലേ. അല്ല കുളിച്ചാ? ഞാൻ കുളിച്ചിട്ടില്ല. ഇനി വെയിലത്തേക്കല്ലേ പോകേണ്ടത്, പോയി വന്നിട്ട് കുളിക്കാന്ന് വെച്ചു. ഞാൻ ഒരു ദിവസം 3 വട്ടം കുളിക്കണ്ട, അറിയാ, ചൂട് കാരണം. ഏത് വീടാന്നറിയില്ല, ഇവിടെ അടുത്ത് വീട് കൂട്ടാൻ കൊണ്ടുവന്ന് തന്നു. നമ്മളെ ഇവിടെ ഈ പോർഷനിലായിട്ട് ഇവിടെ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നില്ലേ, അതിന്റെ പിന്നിലൊരു വീടില്ലേ, വലിയ ഹൈറ്റില് കെട്ടിയത്. നമ്മളറിയോ? ഓ, അവരല്ലേ മുരിങ്ങയില കൊണ്ട തരാറ്. അതാണ്. പക്ഷെ അതേ കൂട്ടാനപ്പൊ ഞാനും ഇന്നലെ ഉണ്ടാക്കിയത്. മുരിങ്ങക്കായ അതേപോലെ തന്നെ വേറെന്താ കൊണ്ടുവന്നാലോ, പഴം കൊണ്ടുവന്നു. ചീർപ്പായിട്ട് എങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ. ശരിക്കും നമ്മളെ അങ്ങോട്ടൊന്നും കൊടുക്കാത്ത ഇങ്ങോട്ടെല്ലാം കിട്ടുന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നാലോ. അടുത്ത ആഴ്ച നമുക്ക് ചിക്കൻ മേടിക്കാം. അടുത്ത ആഴ്ച അല്ല, വരുന്ന ആഴ്ച 4 ദിവസത്തില്. ചിക്കൻ അല്ല, മീന്. ചിക്കൻ വയ്യ എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചൂട് കൂടിയിട്ട് ചൂട് കൂടണ്ടാച്ചിട്ടാണ്. ഒരു വെയിലാണല്ലോ, വെയിലും കൊണ്ടിട്ട് പോകണല്ലോ, കുട്ടീനെ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇതൊക്കെ ഇപ്പൊ ഇന്ന് സാമ്പാറിലേക്കുള്ളതാ. അതൊക്കെ അത് ഉപ്പേരിക്കാം. ബീട്രൂട്ട് അത് വേറെ നോക്കണം. വൈകുന്നേരം വന്നിട്ടുണ്ടാക്കാനാ? വൈകുന്നേരം ഉണ്ടാക്കിക്കോ. അത് നാളേക്ക് മതി. അതുപോലെ ഉണ്ടായിക്കോട്ടെ. ഗേറ്റൊക്കെ തുറന്നിട്ട് വാ. എന്താ കാലിന്? എവിടെ? നമ്മള് ജീരകവും പാലൊക്കെ മേടിച്ചപ്പോഴേ ഇവിടെ വീണതിന് പ്രത്യേകിച്ച് കുണ്ടും കുഴിയും കാരണങ്ങളൊന്നും വേണ്ട. ഇതുപോലത്തെ സ്ഥലല്ലേ, ഇതുപോലത്തെ സ്ഥലത്ത് വീഴുക. മുറിയൊന്നും ആയിട്ടില്ല ഗൈസ്. എന്താ പറയാ, സ്ക്രാച്ച് പോലും ശരിക്കും വന്നിട്ടില്ല. ഒരു റെഡിഷ് കളർ, അത്രേ ഉള്ളൂ. വീണ് കഴിഞ്ഞാൽ അവളുടെ സ്കിന്ന് അങ്ങനെ ആയതുകൊണ്ട് ഇത്തിരി കളർ വരും, ഒരു കളർ ഫീൽ വരും, അത്രേ ഉള്ളൂ. അല്ലാതെ മുറി ആവുക അല്ലെങ്കിൽ ചോര വരിക ഒന്നും സംഭവിച്ചിട്ടില്ല. ആള് ചുമ്മാ സീന് കാട്ടി കരയാ. മുട്ട ഇടിച്ചാ വാനിക്കുമല്ലോ, അത്രേ ഉള്ളൂ. പേടിച്ച് കരയാന്ന് പറഞ്ഞുണ്ടല്ലോ. 4 വീട് അപ്പുറത്ത് കേൾക്കണ ഒച്ചയിലൊക്കെ കരയും. അങ്ങനെ ഇറങ്ങി വന്ന് നോക്കാനും പറ്റില്ല.
നല്ല വെള്ളം വേറെ ഉണ്ടല്ലോ വെള്ളം സാധാ പരന്ന് കിടക്കുന്ന സ്ഥലത്താ വീണേ. ഒരു കുന്നും കുഴിയോ കല്ലും റോട്ടിലോ ഫുട്പാത്ത് അറിയോ? റോഡിന്റെ എവിടുന്ന് വാങ്ങിച്ചിട്ടാണ് റോഡ് സൈഡിലത്തെ ഫുട്പാത്ത് ഇല്ലേ, അവിടെ വീണത്. എന്താ അതിന് പറയാ? എന്ത് വാങ്ങിക്കുമ്പോഴാ? ഒന്നും വാങ്ങിക്കല്ല, വണ്ടിക്കാര് തിരിച്ചു വരുമ്പോഴേ ഒന്നും റീസണേ ഇല്ല. ഞാൻ കണ്ടോണ്ടിരിക്കുക, ഞാൻ കണ്ടോണ്ടിരിക്കുക. ലൈവായിട്ട് ഞാൻ വീണുണ്ട്, ഒരു റീസണും ഇല്ലാതെ. കൂട്ടാൻ നേരാക്കി വെച്ചാൽ പരിപ്പ് കഴിച്ച് വെച്ചാണ്, കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചാണ്. ഇനി അത് അടുപ്പത്തേക്ക് കൊട്ടിയാൽ മതി. സാമ്പാറാ? ആ ഓക്കെ. ഇവിടുത്തെ സാമ്പാറിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മൂനുള്ള ദോശയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരേ ടൈമിലാണ്. ഷെഫ് വേറെ ആരുമല്ല, ഇയാള് തീരെയല്ല, ഈ ഞാൻ തന്നെയാണ്. ഞാൻ രാവിലെ സമയത്ത് മാത്രമേ ഷെഫ്. അത് കഴിഞ്ഞാൽ അടുക്കള കയറിയ വള ഊരി പോവോ, ഈ ചുവന്ന വള ഊരി പോവോ? രാവിലെ ഇതില് രാവിലെ ചെയ്യുന്നതേ വലിയ കാര്യം. വേഗം കുറച്ചേക്കണം പോകും. ചെരുപ്പൊന്നും വേണ്ട. എന്നാച്ച് എന്താ വീട്? ഓ അവങ്ങളാ. തുറക്കടാ ആവേ. വാങ്ങിക്ക് അത്ര മതി. എന്ത് ഇത് കാർ ബൈക്ക് കൊണ്ടുവരാനല്ല. കാണിക്ക്. ബ്ലൂ വീട്ടുകാരല്ലേ കൊണ്ടു തന്നെ. ഇന്ന് 2 കറിയായില്ലേ? അതായത് ഒരു കറി ഇന്ന് ആ വീട്ടുകാർ കൊണ്ടു തന്നു, രണ്ടാമത്തെ കറി ഇതേ ഈ ബ്ലൂ വീട്ടുകാർ കൊണ്ടു തന്നു. ആ വായക്ക് നല്ല കോളാണെന്ന്. ആ വീട്ടിൽ നിന്നും കിട്ടി, ഈ വീട്ടിൽ നിന്നും കിട്ടി കറി. എങ്ങനെയുണ്ട് പരിപാടി? കയപ്പക്ക കറിയാ? കയപ്പക്ക കറിയാ. ഞാൻ നോൺ വെജ് ആയിരിക്കുന്നു കരുതി. ഞാനും അതാ വിചാരിച്ചു. ഏതായാലും എനിക്ക് ഇഷ്ടായി. എന്തായാലും പൊളിച്ചില്ലേ? ഇന്ന് നല്ല കോളാടാ. 2 വീട്ടിൽ നിന്നാണ് കറി വന്നത്. ഇഷ്ടായതിന്റെ എക്സ്പ്രഷനായി കാണുന്നു. കയപ്പക്ക കറി ഇഷ്ടായോ? അമ്മയ്ക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമല്ല കയപ്പക്ക. ഇഷ്ടായില്ല? ഇപ്പൊ കഴിക്കാൻ തുടങ്ങും. ആ ശരിയാണ്, അമ്മയ്ക്ക് വയ്യ. ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോളാം, സബ്ട്രാക്ഷൻ പഠിപ്പിച്ചു കൊടുത്താ. ആ മധുര പറയാണ് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛൻ ഏതായാലും വന്നു വേഗം പഠിപ്പിച്ചു തരാൻ പറയാന്ന്, ഒരു പണി കൊടുക്കാൻ. ആ അമ്മയ്ക്ക് വയ്യല്ലോ, അമ്മയ്ക്ക് വയ്യാതെ ഇത്രയും പഠിപ്പിച്ചു തരണേ. എനിക്ക് കൊറേ നേരം ഇരിക്കാൻ വയ്യ. നിങ്ങൾക്ക് വിശക്കണമെന്നില്ല. ബാക്കി ഹോംവർക്ക് ഏതാ? ഹോംവർക്ക് പറഞ്ഞു കൊടുക്കോ. 8:45 അമ്മ വിളിക്കണ്ടേ? 2 ഡാഷ് മേജർ റിവർ സിസ്റ്റം, ഡാഷ് മേജർ റിവർ സിസ്റ്റം. എങ്ങനെയുണ്ട് നാണിന്റെ സാമ്പാർ? രസമുണ്ട്. രസമില്ലായൊന്നുമില്ല. രസമുണ്ടോ? കഴിച്ചോ? ഞാൻ കഴിച്ചു. നിങ്ങൾക്ക് 2 ദിവസം കൂടി വേണ്ടേ? 9:10 ഞാൻ ഏതായാലും കുട്ടിക്ക് അമ്മൂനുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പത്തിനേക്കാളും നന്നായിട്ടുണ്ട് ഇപ്പൊ കൂട്ടുമ്പോ. സാമ്പാറാ? ഞാൻ ഇപ്പൊ ഒഴിച്ച് പാത്രമൊക്കെ തുടച്ചെടുത്ത് തിന്നല്ല. അപ്പോൾ രസമുണ്ട്. അത് ഇരുന്നപ്പോ നന്നായതോ? ആ ഇരുന്നപ്പോ നന്നായതാ. പെണ്ണിനെ അടുത്തിരുത്തി വീട്ടിലിരുത്തി പഠിപ്പിക്കല്ലേ? ആ പേര് പറഞ്ഞ അടിയാണ് അവിടെ, അടി. മുകളിലോ? അതാണ് പറഞ്ഞ കേൾക്കില്ല. ഒച്ചമീടി കേൾക്കണം. അമ്മ പറഞ്ഞ കുട്ടി കേൾക്കില്ല. അത് പറഞ്ഞു കേൾക്കണം. അപ്പൊ ട്യൂഷൻ ക്ലാസ്സിന് അഴക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ടീച്ചർമാര് പറയുമ്പോ കേൾക്കുമല്ലോ. എന്നിട്ട് ഇനിയിപ്പോ ട്യൂഷന് പറഞ്ഞ ആ അവസ്ഥയൊക്കെ കൊണ്ടുപോണത്. അമ്മ പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങില്ല അവള് കളിക്കായിരിക്കും. അമ്മ കളിക്കാൻ പോയിട്ടല്ലേ? അല്ല, കാര്യമായിട്ട് പഠിപ്പിച്ചാലും അവള് കളിക്കും, ചിരിച്ചോണ്ടിരിക്കും. അമ്മമാരെ പേടിയില്ല കുട്ടികൾക്ക്. അതന്നെ ആ ഒച്ചയപ്പ കേക്കണേ. ശ്രദ്ധ തിരിഞ്ഞു കഴിയുമ്പോഴേ മൂത്തിട്ടേ ഉള്ളൂ, കരിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ എൻ്റെ ഡിന്നർ കഴിഞ്ഞു. 9:30 കുട്ടീനെ പഠിപ്പിച്ചിട്ട് അമ്മ ഇതേവരെ എത്തിയിട്ടില്ല. അവർക്കുള്ളത് ഉണ്ടാക്കി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സാമ്പാറും അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് കഴിച്ചാൽ മാത്രം മതി. എൻ്റെ പരിപാടി കഴിഞ്ഞു. അമ്മയുടെ പരിപാടി പിന്നെ നേരത്തെ കഴിഞ്ഞതാണ്. എൻ്റെ നേരത്തെ കഴിഞ്ഞു. എനിക്ക് ഇത്ര നേരം വൈകിട്ട് കഴിച്ചാൽ പോവില്ല. ഞാൻ എന്ത് ചെയ്തു, 6 മണിയായപ്പോൾ 2 ദോശ ചെറുതായിട്ട് കഴിച്ചു. ഇപ്പോഴും ഒരു 2 ദോശ കഴിച്ചു, ഫുള്ളായി. സാധാരണ സെക്കൻഡ് ഡിന്നർ കഴിക്കാറില്ലാത്തതാണ്. എന്തോ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു കൊതി, അത് കൂട്ടിയൊന്ന് കഴിച്ചേക്കാന്ന് കഴിച്ചു. അപ്പോൾ അതാ ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാം. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.